ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതൊരു പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഒരു ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 1.5 കിലോയിൽ വന്നിട്ടുള്ള സ്ട്രോബെറി കേക്കിലായിരുന്നു. അന്നും എനിക്ക് വന്നിട്ടുള്ള അനുഭവം ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോഴുള്ള അനുഭവം കൂടി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 1 kg ആ ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ വേറൊരു ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേയും ഇതുപോലെ എഗ്ലെസ് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 1.5 kg ചെയ്തിട്ടുള്ളത്. അന്നും തന്നെ എനിക്ക് ഇത് ഒരുപാട് ഹൈറ്റിലൊന്നും കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ 2 തവണയായിട്ടാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മൈദ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ. ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തണുപ്പ് ഒട്ടും പാടില്ല കേട്ടോ. നമ്മൾ പിന്നെ തൈരെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലായിരിക്കും. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന ടൈമിൽ ഒട്ടും തണുപ്പ് പാടില്ല കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ പുറത്ത് വെക്കുക. ഇനി ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം മെൽറ്റ് ആവണ വരെ, നമ്മളെ പഞ്ചസാര ആ ഒരു തൈരിൽ അരിയുന്നത് വരെ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ എന്താ പറയുക, എഗ് ബീറ്റർ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഹോം ബേക്കേഴ്സിന് എഗ് ബീറ്റർ മസ്റ്റാണ്. അത് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ എഗ് ബീറ്റർ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എഗ് ബീറ്റർ ഇല്ലാതെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സാധാ നോർമൽ കേക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം ഇതാക്കുമ്പോഴേക്കും നമ്മളെ കൈയൊക്കെ നന്നായിട്ട് കഴിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ആ തൈരും ഓയിലും വിട്ട് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് മിക്സ് ചെയ്താൽ അത് രണ്ടും കൂടെ ഒന്ന് യോജിച്ച് വരും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓർഡറും എനിക്ക് പെട്ടെന്ന് വന്നതായിരുന്നു. അപ്പോൾ എൻ്റെ തൈരൊക്കെ എന്താ പറയുക, നല്ല തണുത്തിട്ടാണ്, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുമ്പോൾ തണുത്തിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് തൈര് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഒത്തിരി ഹൈറ്റ് ഒന്നും കിട്ടില്ല, അപ്പോൾ അവർക്ക് എന്തായാലും എഗ് ഇല്ലാത്തത് മതി എന്ന് പറഞ്ഞപ്പം അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 1 വർഷം മുന്നെയാണ് ഞാൻ ഒരു കേക്ക് 1.5 കിലോയിൽ ഒരു കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ കഴിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് എഗ്ഗ് ചേർത്തിട്ടുള്ള കേക്കിനേക്കാളും ഇഷ്ടമായി എഗ്ലെസ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ തൈരും ആ ഒരു ഓയിലും കൂടി നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നില്ല, ഒന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുറേശ്ശെ ആയിട്ട് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ എഗ്ഗ് യൂസ് ചെയ്തിട്ടുള്ള കേക്ക് പോലെ ഒരുപാട് ഫ്ലഫി ആയിട്ട് വരില്ല. അതുപോലെ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കേട്ടോ ബാറ്റർ ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ മൈദ ഫുള്ളായിട്ട് തന്നെ ഇതിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടത്, ഞാൻ 8 ഇഞ്ചിൻ്റെ പാനിലാണ് സാധാരണ നോർമൽ 1 kg കേക്ക് ബേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ 7 ഇഞ്ചിൻ്റെ ആ ഒരു മോൾഡാണ് കേട്ടോ എടുക്കുന്നത്. കാരണം അത്രയ്ക്കേ നമുക്ക് ബാറ്റർ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇത് ഒരുപാട് പൊങ്ങി വരാറില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഇത് ഒത്തിരി ഹൈറ്റിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ 7 ഇഞ്ചിൻ്റെ പാനിൽ കേക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 6.5 ആ ഒരു ടിന്നൊക്കെ എടുത്താൽ മതി കേട്ടോ ഇത് പിന്നെ ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണോ ബേക്ക് ചെയ്യുന്നത്, അപ്പോൾ ഞാനിതിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് റെഡി ആവുമെന്ന്. പക്ഷേ 30 മിനിറ്റ് ആയിട്ടൊന്നും ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുമ്പോഴും നല്ല ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയത് കൊണ്ടാണോ എന്നുള്ളത് എനിക്കും അറിയില്ല. ഇത് എന്താ പറയുക, അങ്ങനെ അത്രയ്ക്ക് ഒരു 3 ലെയർ കട്ട് ചെയ്യാനുള്ള രീതിയിലൊന്നും എനിക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ 2 ലെയറിൽ കട്ട് ചെയ്തിട്ടാണ് ഐസിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരുപാട് ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അവരൊക്കെ ഈ ഒരു ഇതന്നെയാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര ഒരു തലവേദന പിടിച്ച പണിയാണ് ഈ ഒരു എഗ്ലെസ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാനിതൊന്ന് ബേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കൃത്യമായിട്ട് ബേക്കിംഗ് ടൈം പറയണില്ല. നമുക്ക് ഓരോരുത്തർക്കും അത് കുത്തി നോക്കിയാൽ അറിയാം അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു കേക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4-5 ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു നമ്മൾ നോർമൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു ടൈം
നോക്കിയിട്ട് ബേക്കായോ നോക്കിയപ്പോൾ ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും അടച്ചു വെച്ചു. അങ്ങനെ വീണ്ടും 2-3 പ്രാവശ്യം തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുന്ന ടൈമിലൊക്കെ ഇത് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ വെന്ത് കഴിഞ്ഞപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനിത് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് ഐസിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. എന്താ പറയുക, ഇത് ഒത്തിരി സോഫ്റ്റ് ആയിട്ടൊന്നുമല്ല കേട്ടോ, നല്ലൊരു വെയിറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കേക്കിന്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഷുഗർ സിറപ്പ് എല്ലാം വെച്ച് ഐസിങ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് 1 കിലോ കൃത്യം വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമറിൻ്റെ അടുത്ത് ഇത് കൊടുത്തിട്ട് നമുക്ക് അവരോട് അഭിപ്രായം ചോദിച്ചപ്പം അവർ പറഞ്ഞത് കേക്ക് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തിട്ടാണ് ഇത് ഐസിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഐസിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ബാറ്ററും കൂടി അടിച്ചിട്ടുണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് ഐസിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു എഗ്ലെസ് കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾക്ക് എൻ്റെ കേക്ക്, ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെ മോഡലുകൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീട് ഇവിടെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. അതുപോലെ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, അവർ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അതിൽ നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.